സമാനതകളില്ലാത്ത ലൈംഗിക പീഡനങ്ങൾ നേരിടുന്ന ഒരു നാടായിട്ട് മാറിത്തീരുകയാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു 17-കാരനെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും പീഡിപ്പിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അവർ പിടിയിലായോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സഹോദരിയല്ല, അമ്മയും മകളും. അതായത് ഈ ചെറുപ്പക്കാരനെ, ഈ 17 വയസ്സായ കുട്ടിയാണല്ലോ, 18 വയസ്സായാലും നമുക്ക് പ്രായപൂർത്തിയായി എന്ന് പറയാൻ പറ്റൂ. ഈ അമ്മയും മകളും പീഡിപ്പിച്ച സംഭവത്തിൽ 3 മാസമാണ് ലൈംഗികമായി ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത്. ഇത് ഹിമാചൽ പ്രദേശിലെ സോളാർ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നേപ്പാളിയായ സ്ത്രീക്കും അവരുടെ യുവതിയായ മകൾക്കുമെതിരെ ഹിമാചൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 17 വയസ്സായ ആൺകുട്ടിയുടെ പിതാവാണ് പരാതി നൽകിയിരിക്കുന്നത്. 45-കാരിക്കും 22-കാരിക്കും എതിരെയായിരുന്നു പരാതി. അമ്മയ്ക്ക് 45 വയസ്സ്, മകൾക്ക് 22 വയസ്സുമാണ്. വേശ്യാവൃത്തിക്ക് ആൺകുട്ടിയെ ഉപയോഗിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പോലീസ് അന്വേഷണത്തിൽ ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ലൈംഗിക പീഡനം ആൺകുട്ടിയുടെ അനുമതിയോടെ ആയിരുന്നു എന്നാണ് സംശയം. 17 വയസ്സും 6 മാസവും പ്രായമുള്ള ആൺകുട്ടിയാണ് പീഡിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പോക്സോ നിയമം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടില്ല. ആൺകുട്ടി സംശയത്തിന് നിഴലിലായതിനാൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം തുടർ നടപടി ആലോചിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. തൻ്റെ വീട്ടിൽ നിന്നാണ് അമ്മയും മകളും ചേർന്ന് ആൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയതെന്ന് പിതാവ് പരാതിയിൽ പറയുന്നു. 3 മാസം മുമ്പാണ് ഈ കുട്ടിയെ കാണാതായത്. അത്രയും കാലം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പിതാവ് പരാതിയിൽ പറയുന്നു. പ്രതിയായ സ്ത്രീയും മകളും ഒറ്റയ്ക്കാണ് താമസം. ഇവരുടെ ഭർത്താവ് എവിടെയാണെന്ന് ഇതുവരെ നിശ്ചയമില്ല. അതായത് ഈ ആൺകുട്ടിയെ വേശ്യാവൃത്തി എന്ന് പറയുന്ന തൊഴിലിനാണ് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണോ ഇത് നടന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവർക്കെതിരെ, ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കരുതി കേസെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇവർക്ക് 2 പേർക്കുമെതിരെ കേസ് ചാർജ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഈ 17 വയസ്സായ ആൺകുട്ടിക്കല്ല പരാതി, അച്ഛനാണ് പരാതി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാണ് അമ്മയും മകളും 3 മാസമായി നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കട്ടെ. ഇതുപോലെ പല സംഭവങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു അമ്മ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളെയൊക്കെ അതിശയിപ്പിച്ചത്. 22 വയസ്സായ മകനെ ഭയന്ന് വീട്ടിൽ കിടന്നുറങ്ങാൻ അമ്മയ്ക്ക് ഭയമാണ്. മകൻ ലഹരിക്ക് അടിമയാണ്. രാത്രി ലഹരിയും ഉപയോഗിച്ചിട്ട് വന്നിട്ട് അമ്മയുടെ റൂമിൽ കയറി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അവൻ ഒരു ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് പെരുമാറുന്ന രീതിയിലല്ല തന്നോട് അവൻ്റെ നോട്ടത്തിലായാലും അവൻ്റെ രീതിയിലായാലും അവൻ്റെ സംഭാഷണത്തിലായാലുമുള്ള പെരുമാറ്റം എന്നുള്ളതാണ്. അത് ഭയങ്കര അപകടമാണ്. അതായത് സ്വന്തം അമ്മയെപ്പോലും കാമത്തിൻ്റെ കണ്ണോടുകൂടി അല്ലെങ്കിൽ അമ്മയുടെ ശരീരം കാണുമ്പോൾ കാമമായിട്ട് വികാരങ്ങൾ ഉയരുന്നു എന്ന് പറയുന്നത് അതെന്തോ ഒരു ശരിക്കും പറഞ്ഞാൽ കുഴപ്പം പിടിച്ച സംഗതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ബാലരാമപുരത്ത് കണ്ടില്ലേ, ഗത ശ്രദ്ധിച്ചില്ല വാർത്ത? 2 വയസ്സായ ദേവേന്ദു എന്ന് പറയുന്ന കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തിനാണ്? സ്വന്തം സഹോദരിയുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം ഉപയോഗിക്കുകയാണ്. അതായത് ഒരു വീട്ടിലിരുന്നു കൊണ്ട് സഹോദരനും സഹോദരിയും കൂടി മൊബൈലിലൂടെ മെസ്സേജുകൾ, വീഡിയോ കോളുകളൊക്കെ കൈമാറുന്നു. എന്നിട്ട് ഇയാൾക്ക് കാമം ഉണരുമ്പോൾ സഹോദരിയെ വിളിക്കുന്നു. ഇവർ ലൈംഗികമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഒന്നും അറിയാത്തവരെ പോലെ പോകുന്നു. ആ ദിവസവും വിളിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് സഹോദരി ഓടിയതിൻ്റെ ദേഷ്യം തീർത്തതാണ് കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്വന്തം സഹോദരിയെ അമ്മയായി കാണേണ്ട ഒരുത്തനാണ്, ഒരു നികൃഷ്ട ജീവിയാണ് ഇത്തരത്തിൽ സ്വന്തം പെങ്ങളോട് ഇത്രയും മാന്യതയല്ലാത്ത രീതിയിൽ പെരുമാറി എന്നുള്ളത്. ആ സഹോദരിയും അവസരം കൊടുത്തത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഹരികുമാറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഇത്തരക്കാരെ എന്താണ് ചെയ്യേണ്ടത്? ഈ അടുത്ത കാലത്തൊരു ഷോയിൽ വന്നപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, 3 വയസ്സ് മുതൽ അച്ഛൻ പീഡിപ്പിക്കാൻ തുടങ്ങി. ഡ്രസ്സ് മാറുന്ന റൂം അടയ്ക്കാൻ സഹോദരൻ സമ്മതിക്കില്ല. കാരണം സഹോദരന് നഗ്നമായ ശരീരം കാണണം, സ്വന്തം സഹോദരിയുടെ. ഇതിനിടയിൽ ഇടുക്കിയിൽ നിന്ന് വന്ന വാർത്തയും വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവളെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത.
ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ കോളുകളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ അതിർവരമ്പുകളില്ലാത്ത രീതിയിൽ ബന്ധങ്ങൾ മാറിത്തീരുന്നു എന്ന് പറയുന്നത്. അതേപോലെ മകൻ അമ്മയെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കേരളത്തിൽ ഒരു കാലത്ത് പുറത്തു വന്നിട്ടുണ്ടായി. വളരെ വലിയ രീതിയിൽ അത് വാർത്തകളും തലക്കെട്ടുകളും ഒക്കെ ആയിട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ലൈംഗിക ബന്ധങ്ങളിൽ പാലിക്കേണ്ട ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ അതിൽ പാലിക്കേണ്ട ഒരു വേർതിരിവുകളൊക്കെ ഇല്ലാതെ ആരുമായിട്ടും ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹത്തിൻ്റെ മനസാക്ഷി അല്ലെങ്കിൽ ഒരു സൈക്കോളജി മാറുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം, ഒരു ദളിത് കുട്ടിയായിരുന്നു. ഏതാണ്ട് 62ഓളം ആളുകൾ അവളെ പീഡിപ്പിച്ചു എന്നല്ലേ, ഏതാണ്ട് ഒരു 3 വർഷ കാലയളവിൽ പലയിടങ്ങളിലായിട്ട് കൊണ്ടുപോയിട്ട് 62 പേര് അവളെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇതിൻ്റെ അവസാനമാണ് സ്ത്രീകൾ തങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള പല എന്താ പറയുക ആളുകളോടും രേഖപ്പെടുത്തുന്നത് അവസാന നിമിഷങ്ങളിലാണെന്നുള്ളത് മറ്റൊരു വലിയൊരു രീതിയിലുള്ളൊരു പ്രശ്നമാണ്. ഇൻസ്റ്റാഗ്രാം ഇതിന് വലിയൊരു കാരണമായിട്ട് തീരുന്നുണ്ട് ഈ ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നതിൽ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലെ ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ആ ബന്ധം തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അതെ, എന്നിട്ട് വളരെ ക്രൂരമായല്ലേ ആ പെൺകുട്ടിയെ തീർത്ത് കളഞ്ഞത്. ലൈംഗിക ബന്ധത്തിനിടെ കഴുത്തിൽ കത്തി ഇറക്കി ഒരു പെൺകുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നതിനപ്പുറം എന്ത് ശിക്ഷയാണ് അവൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ്. അവളെ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ചിട്ട് തന്നോടൊപ്പം ജീവിക്കാൻ വരാനായി കാമുകൻ ആവശ്യപ്പെടുമ്പോൾ അതിന് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ആ സമയത്താണ് അവളെ കൊല്ലാം, അവളിനി എന്നോടൊപ്പം ജീവിക്കാത്തവൾ ആരോടൊപ്പവും ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 വയസ്സുകാരനായ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയും ഇല്ലാതാക്കി, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പൂജാരിക്ക് ഭാര്യയും ഇല്ലാതാക്കി. ഇവരൊക്കെ ഇനി സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു നാണക്കേട്, മാനക്കേട്, ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും ഏതെങ്കിലും ദിക്കിൽ മാറ്റങ്ങൾ ഉടലെടുക്കുകയുള്ളൂ. അതെ, അതല്ല ഗൗതം, ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും ലൈംഗികമായി ഉപയോഗിക്കാമെന്നുള്ളൊരു ധാരണ സ്ത്രീക്കും പുരുഷനുമൊക്കെ ഉണ്ടായിപ്പോയി. നിയമങ്ങളിൽ അത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ വിധി വന്നത് ഭാര്യ ശാരീരിക ബന്ധമല്ലാതെ വേറൊരാളെ പ്രണയിക്കുന്നത് വ്യഭിചാരമല്ല, അതൊരു വഞ്ചനയല്ല. അതുകൊണ്ട് അതിൻ്റെ പേര് പറഞ്ഞ് ജീവനാംശം നൽകാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ കോടതി വിധികളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ആരെയും എന്തും ചെയ്യാം, എങ്ങനെയും പോകാം എന്നുള്ള തരത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ ഒരു മാറ്റം പുതിയ തലമുറകൾ കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.